നമ്മളതാ പല കളികളും തുടങ്ങിയ ഒരു സമയമാണ്. സുബ്ഹാനല്ലാഹ്, ഓരോ നാടുകളിലും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടുള്ള കട്ടൗട്ടുകൾ നമ്മൾ കാണുന്നു. ഏതോ രാജ്യത്തുള്ള കളിക്കാരുടെ ഫോട്ടോ വെച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് ലക്ഷങ്ങൾ അതിനു വേണ്ടി ചെലവാക്കുന്നു നമ്മുടെ ചെറുപ്പക്കാരായ ആളുകൾ. അതുകൊണ്ട് എന്ത് നേട്ടമാണ് നമുക്ക് ദുനിയാവിലുള്ളത് അല്ലെങ്കിൽ ആഖിറത്തിലുള്ളത്? എവിടെയും ഒരു നേട്ടവും അത് മുഖേന നമുക്കില്ല. പക്ഷേ അല്ലാഹു നമുക്ക് തന്ന സമ്പത്ത്, അല്ലാഹു നമുക്ക് തന്ന പണം, അതാ ഒരാവശ്യവുമില്ലാത്ത ഒരു ഉപകാരവുമില്ലാത്ത വിജയത്തിന് ചെലവാക്കിക്കൊണ്ട് എത്ര ചെറുപ്പക്കാരാണ് അല്ലാഹു തന്ന നിഅമത്തുകളെ കുറിച്ച് ചിന്തിക്കാതെ, പടച്ച റബ്ബ് തന്ന ആരോഗ്യത്തെ കുറിച്ച് മനസ്സിലാക്കാതെ, അല്ലാഹു തന്ന സന്തോഷങ്ങളെ കുറിച്ച് അതിന് നന്ദി ബോധമില്ലാതെ, പടച്ച റബ്ബ് തന്ന സമ്പത്ത് അത് അവൻ പൊരുത്തപ്പെടാത്ത വഴിയിലൂടെ ചെലവാക്കി എത്ര ആളുകളാണ്. കളിക്കുന്നതിന് നമ്മളെതിരല്ല. കളിയൊക്കെ വേണം, അത്യാവശ്യം ശരീരത്തിന് ആരോഗ്യം വേണം. പക്ഷേ കളി തലക്ക് പിടിക്കാൻ പാടില്ല. ഹലോ മെസ്സി, ഇവിടെ കേരളത്തിൽ മലപ്പുറം ജില്ല അതുപോലെ കാസർഗോഡ് ജില്ലയിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫാൻസ് ഉണ്ട്. അവരൊക്കെ ഭയങ്കര ലോങ് ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഭയങ്കര ഫാൻസ് പറഞ്ഞിട്ട് ഒരുപാട് യുവാക്കളൊക്കെ നിങ്ങളെ ഫ്ലക്സ് വലിയ കട്ടൗട്ടൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം? കേരളത്തിലെ ഫാൻസിനെ കുറിച്ചിട്ട്? അത് ഞാൻ കണ്ടിരുന്നു. ഓർക്ക് എത്ര പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. അതിൻ്റെ ആവശ്യം എന്തില്ല. ഈ കട്ടൗട്ട് എന്തിനു വെക്കുന്നത്? ആ പൈസ നിങ്ങൾ വല്ലതും ആര് പാപ്പത്തിന് കൊടുത്തില്ലെങ്കിൽ, പാവപ്പെട്ടവർ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടട്ടെ. ഈ കട്ടൗട്ടെല്ലാം വെച്ചിട്ട് ഞങ്ങൾക്കെന്തോ ഒരു ഗുണം ഇവിടെ കിട്ടുന്നില്ല. ഞങ്ങൾ കളിച്ചാൽ ഞങ്ങൾ വിജയിക്കും, ഞങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഈ ഉറക്കം കഴിഞ്ഞിട്ട് ഈ കട്ടൗട്ടും വെച്ചിട്ട് പോലെ രാവിലെ പള്ളിക്കും പോകാതെ നിസ്കരിച്ചിട്ട് ജോലിക്കും ഇങ്ങനെ ഉറക്കം തൂക്കി പോയിട്ട് നിങ്ങളെ ജീവിതം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ പണിക്ക് പോയിട്ട് ആ പൈസ ഉണ്ടെങ്കിൽ കുടുംബത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ പാവപ്പെട്ടവർ കൊടുക്കും. ഞങ്ങൾക്ക് നിങ്ങളെ കട്ടൗട്ടിൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ല? നിങ്ങൾ കളി കാണും, കളിൻ്റെ സ്പിരിറ്റിൽ കണ്ടാൽ മതി. അല്ലാതെ ഞങ്ങളെ കട്ടൗട്ട് വെക്കുന്നത് എന്തിത്? അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ സാധാരണ നിങ്ങളെ പോലത്തെ മനുഷ്യന്മാർ, ഞങ്ങൾ കഴിവുണ്ടെങ്കിൽ കളി ജയിക്കും. മനസ്സിലായില്ലേ? പണിക്ക് പോയി ഉറക്കം നിസ്കാരമെല്ലാം കലാക്കിയിട്ട് നിങ്ങൾ TV ഒന്നും നോക്കണ്ട, കളിയൊന്നും കാണാം. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200, 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന. ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCസിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന്
നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.